പത്തനംതിട്ടയിലേക്ക് അന്താരാഷ്ട്ര മത്സര ഇനത്തിൽപ്പെട്ട ഡ്രാഗൺ ബോട്ട് എത്തിച്ചിരിക്കുകയാണ് നിരണം വള്ളസമിതി. കേരളത്തിൽ ആദ്യമായാണ് ഒരു വള്ളസമിതി ഡ്രാഗൺ ബോട്ട് സ്വന്തമാക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് നിരണത്തെ വാട്ടർ സ്പോർട്സ് അക്കാദമിയും രൂപീകരിച്ചിട്ടുണ്ട്. പരമ്പരാഗത നീളൻ ചുണ്ടൻ വള്ളങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതാണ് ഡ്രാഗൺ ബോട്ടും. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ കായികീനമായി ഡ്രാഗൺ ബോട്ടിനെ പ്രദർശിപ്പിച്ചിരുന്നു. നിരണം ചുണ്ടൻ വള്ള സമിതിക്ക് നിരണം നിവാസിയായ എം.ഒ. വർഗീസാണ് ഡ്രാഗൺ ബോട്ട് സ്പോൺസർ ചെയ്തത്. യുവതലമുറയെ വളർത്തിയെടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ 52 വർഷം മുമ്പാണ് എയർഫോഴ്സിൽ ചേർന്നത്. ഇതുവരെയും എനിക്കൊരു പിൻഗാമിയെ ഞാൻ കണ്ടിട്ടില്ല. വളരെ പ്രയാസമുണ്ട്. ഞാൻ എയർഫോഴ്സിൽ ചേരുമ്പോൾ എൻ്റെ 1 കിലോമീറ്റർ റേഡിയസിൽ 40-ലധികം പേരുണ്ടായിരുന്നു. ഇന്നൊരൊറ്റ ആളും കാണില്ല. ഇനിയും വരുന്ന തലമുറ ഇങ്ങനെ പോയാൽ നാം എങ്ങോട്ട്? നമ്മളാരും അറിയാപ്രാപ്തരായി പോകും കേരളത്തുകാർ. അതുകൊണ്ട് വ്യോമസേനയിൽ, നാവികസേനയിൽ, കരസേനയിൽ, മറ്റേ PR എല്ലാ പാരാമിലിറ്ററി നമ്മുടെ യുവാക്കളെ എത്തിക്കണം. ഡ്രാഗൺ ബോട്ട് ആൻഡ് ട്രഡീഷണൽ സ്പോർട്സ് ഫെഡറേഷൻ എന്ന സംഘടന ഡ്രാഗൺ ബോട്ടിനായി ദേശീയ മത്സരങ്ങൾ നടത്തി വരുന്നുണ്ട്. വരാനിരിക്കുന്ന ദേശീയ ഗെയിംസിൽ 20 യുവാക്കൾക്ക് പരിശീലനം നൽകി കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനാണ് നിരണം വള്ളസമിതി തയ്യാറെടുക്കുന്നത്. ജനം, പത്തനംതിട്ട.